ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനീ ചിരിക്കുന്നതെന്ന്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോഴേ ബ്രീത്ത് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ എത്ര മിനിറ്റാന്ന് വെച്ചാൽ അത്ര മിനിറ്റ് നമ്മളിങ്ങനെ റീഡിങ് ഇട്ട് ഇപ്പം ഇടയിൽ ചുമയും കോരയൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടൊക്കെയാണ്. അപ്പം അത്രയധികം സമയമാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കളയുന്നത്. അപ്പം അതിൽ നമ്മൾ വിചാരിച്ചൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ വിരളമായിരിക്കും. നമുക്കൊരു റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും നമുക്ക് വളരെ ഇതായിട്ട് വീഡിയോയ്ക്ക് കിട്ടുമെന്നൊക്കെ. പക്ഷെ അത് വെറും ചിന്ത മാത്രമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്പോൺസ് നമുക്ക് 25K സ്പിരിച്വൽ ജേണിക്കുണ്ടെങ്കിൽ 26,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും 3K 4K കൂടിപ്പോയാലുള്ള നമ്മുടെ വ്യൂവേഴ്സ്. സോ അത് വളരെ നമ്മളെ സങ്കടത്തിലാക്കുന്നുണ്ട്, അത് നിങ്ങളറിയണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക. What you need to hear right now, a collective reading for you. Okay, ഇത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് പറഞ്ഞു പോവാം. ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ പ്രതി ഒരു കാരണവശാലും നന്ദി പറയാൻ സമ്മതിക്കാത്തവർ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നന്ദി പറയാൻ മനസ്സില്ലാത്തവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇല്ല, നിങ്ങളുടെ ലൈഫിൽ ആ സംഭവം ഇല്ല, ആ ഒരു കാര്യത്തെ പ്രതി എനിക്ക് ആ കാര്യം തന്നില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല, തന്ന ഒരുപാട് കാര്യങ്ങൾ അതർ സൈഡിലുണ്ടാവും. പക്ഷെ അതിനെ ആരും ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ആരും ആലോചിക്കുന്നില്ല, അതിനെപ്പറ്റി ഒരാളും നോക്കുന്ന പോലും ഇല്ല എന്നാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ പ്രതി നിങ്ങൾ കരയുന്ന സമയത്ത്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ പ്രതി നന്ദി പറയാനായിട്ട് നിങ്ങൾ ഇതുവരെയും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിലുള്ള നിങ്ങളുടെ മെൻറ്റാലിറ്റിയെ യൂണിവേഴ്സ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തികളെ വളരെയധികം കാണുന്നുണ്ട്. സോ നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, എപ്പോഴും തന്നിട്ടുള്ള കാര്യങ്ങളെ പ്രതി നന്ദി പറയുന്നവരായിരിക്കണം. എനിക്ക് ഇന്ന അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് എങ്കിൽ പോലും ഞാനിത് ചോദിക്കുന്നത് ഒരു അഹങ്കാരമായിരിക്കും, എന്നാൽ കൂടെയും എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്നത്, അതെനിക്ക് സാധിച്ചു തരണം ദയവ് ചെയ്ത്. അങ്ങനെ നമ്മൾ വിനീത ഹൃദയരായിട്ട് വേണം നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിയോട് ചോദിക്കാൻ. മനസ്സിലായോ? ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈശ്വരൻ, ദൈവം അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. ടാരറ്റ് റീഡർ ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈശ്വര വിശ്വാസി അല്ലാതെ ആവുന്നില്ലല്ലോ. പ്രപഞ്ചശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, യൂണിവേഴ്സിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ഈശ്വര വിശ്വാസിയാണ്, അതെൻ്റെ ഇഷ്ടം. ഈശ്വര വിശ്വാസി അല്ലാത്തവരുണ്ടാവാം. ഓക്കെ, അപ്പം ഞാൻ ഇടയ്ക്ക് നമ്മുടെ റീഡിങ്ങിൽ ഈശ്വരൻ ദൈവം എന്നൊക്കെ പറയുന്നത്, അപ്പം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്ന ആ രീതിയിൽ ചിന്തിച്ചാൽ മതി, റെസിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നൊരു കാര്യം സാധിക്കണം, എനിക്ക് ഇന്നത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുമ്പം അത് യൂണിവേഴ്സിന് അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ആളുകൾക്ക് അതൊന്ന് കേൾക്കാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും തോന്നും.
അതല്ല, ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി അവിടെ ഇട്ടത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് യൂട്ടിലൈസ് ചെയ്യാതെ ഇനിയും എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങോരത് വേണ്ട രീതിയിൽ എടുക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നവരായിരിക്കണം നിങ്ങൾ. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ശീലിക്കണം എന്നാണ് ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് പല കാര്യങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയേണ്ട സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് പല സ്ഥലത്തും നിങ്ങളുടേതായൊരു അഭിപ്രായം ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമൊക്കെ വരും. പക്ഷെ ആ സ്ഥലത്ത് നിങ്ങളുടേതായ ഒരു അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായൊരു എൻ്റെ തീരുമാനം ഇതാണെന്ന് അറിയിക്കാനോ അതിനൊന്നും നിൽക്കാതെ നിങ്ങൾ പൊട്ടന്മാരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കേണ്ട സ്ഥലങ്ങൾ വരുമ്പം മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് വ്യക്തമാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടി ഉടനെ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിൽ നല്ല വാളുകൾ തറച്ചു കയറും. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് പറയുന്നത്. മനസ്സിലായി? കുറേ പേർക്ക് പൈസയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അബണ്ടൻസ് അല്ലെങ്കിൽ ക്യാഷ് ഒരുപാട് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് വർദ്ധിക്കുന്നു. ഇത്രയധികം ഫിനാൻസ്, അതായത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുക. ഒരു ലോൺ എമൗണ്ട് നിങ്ങൾ മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും, കാലങ്ങൾക്ക് മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലോണുകൾ, ആരെങ്കിലും കടം കൊടുത്തിട്ട് കിട്ടില്ല ഒരിക്കലും എന്ന് വിചാരിച്ച പൈസകൾ, ലോട്ടറി അടിക്കുന്നതായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കിൽ എന്തെങ്കിലും OT ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ പ്രമോഷൻ റിലേറ്റഡ് ആയിട്ട് സാലറി ഇൻക്രീസ് ആവുക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കുറച്ച് പൈസ അധികം കിട്ടിയിട്ട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. സോ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാൻ. നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ലെന്ന് വിചാരിച്ച പൈസയുടെ പോലെ തന്നെ തിരിച്ച് കിട്ടില്ലെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവർ നിങ്ങളെ കാണാനായിട്ട് നിങ്ങളോട് അടുത്ത് ഇടപഴകാനായിട്ട് അവരുടെ മനസ്സ് വെന്തിയിട്ട് അവരെ നിങ്ങളുടെ അടുത്തേക്ക് തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് ഒരു നിമിഷം പോലും ഇല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയനാണ് കാണുന്നത് മെയിനായിട്ടും. ആൻഡ് ക്യാഷിൻ്റെ ഒരു അബണ്ടൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുക. പറയാതിരിക്കുന്നത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അവഗണനയും ഇഗ്നോറേഷനൊക്കെ സംഭവിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവരുടെ അടുത്തും പറയുക. അത് ആർക്കും ഹാനികരമല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയുക. ആൻഡ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരാം, പല സാഹചര്യങ്ങൾ വരാം. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ കാത്തിരിക്കുക. അതാണിപ്പോൾ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ആണ് നമ്മൾ നോക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ചില സമയങ്ങളുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ളത് എപ്പോഴായാലും അന്തസ്സായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കണ്ടോ, ഡബിൾ കൺഫർമേഷൻ ഈസ് അബണ്ടൻസ്. നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് ഓവർഫ്ലോ ആവാൻ പോവാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് ക്യാഷ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും മനോഹരമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇനി ഹാപ്പി ആയിട്ട് നടക്കാൻ പോവാണ്. കൺഫർമേഷൻ 3, ദി സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഏത് രീതിയിലുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എങ്കിലും ആ സിറ്റുവേഷൻ വളരെ ബെറ്ററായിട്ട് ഇംപ്രൂവ് ആവുന്നത് കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ രീതി, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് വളരെ സ്ട്രെങ്തോടു കൂടി നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും എൻ്റെ ലൈഫ് നല്ലതാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ ലൈഫ് ബെറ്റർ ആവില്ല,
പല സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ ലൈഫ് മോശമായി പോവുകയാണ്, എനിക്കൊരിക്കലും അബണ്ടൻസോ എൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുകയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ടാണോ അല്ലെങ്കിൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അവസ്ഥേനെ പറ്റിയിട്ട് പഴിച്ചിരിക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. ഗൈസ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയായാലും അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുകളിലിരിക്കുന്ന ആളുകൾ അവർ വെറുതെ അല്ല ഇരിക്കുന്ന അവിടെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കോൺഫിഡൻസിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ ലൈഫ് എവിടെയെങ്കിലുമൊക്കെ എത്തും, അല്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. ആ എനർജിയിൽ നമ്മുടെ ലൈഫ് ഒരു മീഡിയം പോലെ പ്രവർത്തിച്ച് ഇവിടെ നിന്ന് അവിടെ എത്താനുള്ളൊരു മീഡിയം ആക്കിയിട്ട് നിങ്ങൾ അവിടെ എത്തിക്കും. സോ നിങ്ങൾ എനർജി ഒരിക്കലും ഡ്രെയിൻ ആവാതെ നോക്കുക. നിങ്ങളുടെ എനർജി ഇടയ്ക്കിടയ്ക്ക് ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഡ്രെയിൻ ആവാതെ ചാർജിങ്ങിലിരിക്കുന്ന സമയത്താണ് ഈ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെ പോകുന്നു, എങ്ങനെയൊക്കെ ഇരിക്കുന്നു നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ആൻഡ് നമ്മുടെ 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, പോയി സബ് ചെയ്യുക. സ്പിരിച്വൽ ജേർണിയിൽ വൈകിട്ട് 6 PM സൈക്കിക്കിൽ 7 PM മൂൺ ഗോഡസിൽ 8 PM നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. 3 ചാനലും ഡെയിലി വാച്ച് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് കാണുക. എന്നും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം സൃഷ്ടിക്കും. ജേണൽ ചെയ്യുക. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. പ്രെയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.